നാട്ടിലെ നബിദിന പരിപാടി കേട്ടോ. അപ്പൊ വീട്ടിൽ കൊടുക്കണോ ഡാർക്ക് ഫാന്റസി പൊട്ടിച്ച് പകുതി തൊള്ളിക്കും പകുതി ബക്കറ്റിക്കും പൊട്ടിച്ച് സെറ്റ് ചെയ്ത് കാണി. ഞാൻ നേരെ മദ്രസ് കിട്ടിട്ടോ, ജാഥന്റെ കൂടെ പോണ്ടേ. സമയം ഏറായപ്പോ പതാക ഉയർത്തലും കാര്യങ്ങളും കഴിഞ്ഞ് ദഫ് പ്രദർശനം തുടങ്ങിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സ്കൗട്ടും പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളെ അവതരിപ്പിക്കുന്ന റബ്ബനെ വിട്ടു. അതിന്റെ ഇടയിൽ ഈ മാസം 20-ാം തീയതി നടക്കുന്ന യാസീൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്ന യസ്രീബ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലെ നോട്ടീസ് പ്രകാശനം നടന്നു. അങ്ങനെ പിന്നെ നമ്മൾ നടത്താൻ തുടങ്ങി. പല വീട്ടിൽ നിന്നും പല സാധനങ്ങൾ, ബിസ്ക്കറ്റ്, മിഠായി, ബേക്കറി. അപ്പോഴേക്ക് എന്നെ പൂന്തോട്ടപ്പടി സൗഹൃദ കൂട്ടായ്മയുടെ ആൾക്കാർ വിളിക്കുക. മാവേലി വന്ന് ഇജ്ജവിടെ സൗഹൃദ കൂട്ടായ്മയുടെ വകയായിട്ട് 2000 ഗ്ലാസ് പായസമായിരുന്നു ഉണ്ടാക്കുന്നത്. ഈ മാർസിക്ക് വേണ്ടിട്ട് മാത്രം എല്ലാ മാർസിക്കും കൊടുക്കാന്നുള്ള പ്ലാൻ ആട്ടോ. അപ്പൊ ദാ വരുന്നു കുറുകത്താണി മറന്നൊരു ജാഥ വരണണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചെറിയ ജാഥയാണെന്ന്. പഠിച്ചോനെ ഇതിനൊരു എൻഡ് ഇല്ലാത്ത ജാഥ ആയി പോയി മോനെ. അങ്ങനെ ജാഥ മൊത്തം വരവേറ്റ് മാവേലി കേട്ടോ. അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോ നേരെ അടുത്ത ക്ലബ്ബിൽ നമ്മുടെ ചീനിച്ചോടുള്ള പിള്ളേർ കൊടുക്കണോ ഗുഡേന്റെ ബിസ്ക്കറ്റ് കേട്ടോ. അങ്ങാടിന്ന് പിന്നെ പെരന്റെ പക്കത്ത് പോയി. അവിടെ എത്തിയപ്പോ അയൽവാസികളെ സ്വീകരണം. അതിന്റെ ശേഷം പിന്നെ നമ്മളെ ഡാർക്ക് ഫാന്റസിന്റെ സ്വീകരണം കൊടുത്തിട്ടോ. ഇത് ഞാനല്ല. പിന്നെ ദുബായിന്ന് സോറി പാതാളത്ത് നിന്ന് മാവേലി വന്നോണ്ട് മാവേലി കൊടുക്കാത്ത ഫാൻ. അതിന്റെ ശേഷം ദുബായിൽ നിന്ന് വന്ന മുന്തിർക്കാക്കും അതിനെക്കാട്ടി പരിപാടിയാണ് വന്ന ഫാമിലിക്കും പായസം കൊടുത്തു. പിന്നെ നമ്മളെ മനസ്സിലെ ഘോഷയാത്രക്ക് വേണ്ടി കാത്തിരിപ്പായിരുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അതിന്റെ ഇടയിൽ നമ്മളെ മോങ്കാക്കാന്റെ അൽജസി ബസ് വന്നു. പിന്നെ ഒന്നും നോക്കില്ല, ബസ് കയറി നേരെ പായസം വിതരണം. അങ്ങനെ പിന്നെ നമ്മളെ മനസ്സിലത്തെ ജാഥ വന്നിട്ട് അപ്പൊ മാവേലിനെ തിരിച്ചും സ്വീകരിച്ചു. പിന്നെ അറബന കുട്ടികളെ അറബന വിട്ടു. അപ്പൊ പിന്നെ ചെരുപ്പും പൊട്ടി ശുഭ